പത്തരമാറ്റിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയും ആദർശം ഒന്നായപ്പോൾ അനാമികയ്ക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അനിയാണെങ്കിൽ അനാമികയെ ഒട്ടും അടുപ്പിക്കുന്നില്ല. എങ്ങനെയാണ് അനന്തപുരിയിലെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുക എന്ന ആലോചനയിലാണ് അനാമികയും വേണുവും രേവതിയും. അങ്ങനെ അവർ ഒരു തീരുമാനമെടുക്കുകയാണ്, അനിയെ എങ്ങനെയെങ്കിലും അവരുടെ ഭാഗത്തേക്ക് ആക്കുക എന്ന്. അനാമികയ്ക്ക് ഒരു കുഞ്ഞുണ്ടായാൽ മാത്രമേ അനന്തപുരിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതിനിടയിൽ ജാനകി ഈ സത്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. അങ്ങനെ ആദ്യം തന്നെ അനാമിക രേവതിയെ വിളിക്കുന്നുണ്ട്. അമ്മേ, ആദർശേട്ടന് നയനടുത്തേക്ക് ഒരു കുഞ്ഞുണ്ടായാൽ ആ സ്വത്തുക്കളെല്ലാം മുത്തശ്ശി ആ കുഞ്ഞിനെ എഴുതി കൊടുക്കും. അനിയാണെങ്കിൽ എന്നോട് തീരെ അടുക്കുന്നുമില്ല. അനി എങ്ങനെ അകന്നു നിൽക്കുമ്പോൾ നമുക്കൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇനി ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. ആ സമയം രേവതി പറയുന്നുണ്ട്, ഞാൻ നിന്റെ അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാം. അങ്ങനെ വേണു രേവതിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മോളെ, നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പിടിവിട്ട് പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. നവ്യയുടെ 5ാം മാസ ചടങ്ങുകളൊക്കെ നടന്നു. ഇപ്പോഴാണെങ്കിൽ ആദർശം നയനയെ ഒന്നാവുകയും ചെയ്തു. ആർക്കൊക്കെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നീ എന്തായാലും പുറത്താകും മോളെ. എനിക്കാണെങ്കിൽ നിന്നോട് ഒട്ടും താല്പര്യമില്ല. പിന്നെ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പേരിലേക്ക് നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാമായിരുന്നു. അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, അത് തന്നെയാണ് അച്ഛൻ എനിക്കും തോന്നുന്നത്. എല്ലാം കൈവിട്ട് പോകും. അനിയാണെങ്കിൽ ഒട്ടും അടുക്കുന്നുമില്ല. അത് കേട്ട് വേണു പറയുന്നുണ്ട്, അങ്ങനെ ആയാൽ ശരിയാകില്ലല്ലോ. അനന്തപുരിയിലെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാൻ അച്ഛൻ വലിയൊരു പ്ലാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ വേണു പറയുകയാണ്. പ്ലാൻ ഒരിക്കലും പൊട്ടിപ്പോകില്ല. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും. അച്ഛനൊരു സിദ്ധനെ കണ്ടിട്ടുണ്ട്. ആ സിദ്ധൻ പറഞ്ഞ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അനി നിന്റെ പിറകെ വാലാട്ടി തന്നെ നടക്കും. അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞതൊന്നും ഒരിക്കലും നടക്കില്ല. ആ അനിയുടെ മനസ്സിൽ എപ്പോഴും നന്ദു തന്നെയാണ്. അവളെ മറന്നിട്ട് അവൻ ഒന്നും ചെയ്യില്ല എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അതൊക്കെ മാറും. ആ സിദ്ധനെ ഒരു പൊടി തന്നിട്ടുണ്ട്. ഒറ്റ കൈക്ക് പ്രയോഗിക്കാനാണ് പറഞ്ഞത്. അത് പാലിലോ എന്തെങ്കിലും ചേർത്തങ്ങ് അവന് കൊടുക്കാം. 3 ദിവസം അവൻ ആ പൊടി സേവിച്ച് കഴിയുമ്പോൾ നിന്റെ വഴിക്ക് വരും മോളെ എന്നൊക്കെ പറയുന്നുണ്ട് വേണു. അച്ഛാ, ഇതൊക്കെ കുറച്ച് പണം പോകാനുള്ള വഴി തന്നെയാ. ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. അതൊക്കെ വർക്കൗട്ട് ആകും മോളെ. നാളെ ഞാനും അമ്മയും അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. ഒരു പൊടി നിന്റെ കയ്യിൽ തരാം. അത് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് വേണു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വേണു രേവതി അനന്തപുരിയിലേക്ക് വരികയാണ്. രേവതിയെ കണ്ടതും അനാമിക ഓടി ചെല്ലുന്നുണ്ട്. ആ സമയം മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആഹാ, വേണു രേവതി എത്തിയോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അതിനിടയിൽ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, വേണുവിന് ജോലിയൊന്നുമില്ലേ? അല്ല, കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നിട്ടില്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ. അത് കേട്ട് വേണു പറയുന്നത്, എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട്. അതിനിടയ്ക്കാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് മോളെ കാണണം തോന്നി. പക്ഷേ മോളെ കാണണമെന്ന് കരുതുമ്പോൾ കാണാതിരിക്കാൻ പറ്റുമോ? മോൾ ഇന്ന് രാവിലെ വിളിച്ച് രേവതിയോട് പറഞ്ഞു അച്ഛനെയും അമ്മയെയും ഒന്ന് കാണണമെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നത്. ഞങ്ങൾക്ക് ആകപ്പാടെ ഒരെണ്ണമല്ലേ ഉള്ളൂ. അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇവിടെ ജയനും അജയനുമല്ല എപ്പോഴും തിരക്കാണ്. ബിസിനസ് കഴിഞ്ഞ് ഒന്ന് വീട്ടിലിരിക്കാൻ പോലും നേരമില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേണുവിനോട് ചോദിച്ചത്. വേണുവിനൊന്നും തോന്നരുത്. അത് കേട്ട് രേവതി പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും തോന്നില്ല. ഞങ്ങളുടെ മോളെ ഇങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചതല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ തോന്നുമ്പോൾ വന്നാലെന്താ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് അനന്തപുരിയിലേക്ക് വരുന്നത് എന്നൊക്കെ വേണുവും പറയുന്നുണ്ട്. അതിനുശേഷം അനാമികയും രേവതി റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, മോളെ, നീ ഇങ്ങ് വാ, അമ്മയ്ക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് ഈ പൊടി കാണിക്കുകയാണ്. നീ കണ്ടില്ലേ അച്ഛൻ തന്ന പൊടി? അതാ സിദ്ധൻ തന്ന പൊടിയാണ്. എന്താണ് ചെയ്യേണ്ടത് അമ്മേ? ഇതുകൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടാവുമോ എന്നൊക്കെ അനാമിക ചോദിക്കുകയാണ്. അത് കേട്ട് രേവതി പറയുകയാണ്, തീർച്ചയായും പ്രയോജനമുണ്ടാവും. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് പാലിൽ കലക്കണം. എന്നിട്ട് ആ അനിക്ക് കൊടുക്കണം. ഇതൊരു വശീകരണ പൊടിയാണ്. 3 ദിവസം അടുപ്പിച്ച് കൊടുത്താൽ മതി. അവൻ നിന്റെ പിറകെ വന്നോളൂ. അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, അതൊക്കെ നടന്നാൽ മതിയായിരുന്നു. അവൻ പിറകെ വരുമെന്നോ അച്ഛനും അമ്മയും ഓടേണ്ടി വരുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. അത് കേട്ട് രേവതി പറയുന്നുണ്ട്, അന്ന് പാലിൽ വിഷം കലർത്തിയില്ലേ? അത് വേറെ ഒരുത്തിയല്ലേ കുടിച്ചത്? നമുക്ക് പറ്റിയ വലിയ അബദ്ധമാണിത്. അന്ന് നവ്യക്കിട്ടൊരു പണി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അവൾ ഇവിടെ കാണുമോ? ഇപ്പോൾ അവളുടെ അഹങ്കാരം കാണുന്നില്ലേ? നിന്നെ തല്ലി കൊല്ലുന്നില്ല എന്നേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് രേവതി. ആ സമയത്താണ് അനി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം അനി കേൾക്കുന്നുണ്ട്. അങ്ങനെ രേവതി അനാമികയുടെ കയ്യിൽ ആ പൊടി കൊടുക്കുന്നത് അനി കാണുന്നുണ്ട്. ഈ പൊടി കലക്കി എന്നെ കൊല്ലാനായിരിക്കും ഇവളുടെ പ്ലാൻ എന്നൊക്കെ ചിന്തിക്കുകയാണ് അനി. ആ സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ജാനകി അനിയോട് ചോദിക്കുന്നുണ്ട്, മോനെ, നീ എന്താ റൂമിന്റെ മുന്നിലിരുന്ന് പരുങ്ങുന്നത്? എനിക്കൊന്ന് കയറി ചെന്നൂടെ? നിന്റെ ഭാര്യയും ഭാര്യയുടെ അമ്മയും അല്ലേ അത്? ഞാനിപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുന്നില്ല. എനിക്കതിൻ്റെ ആവശ്യവുമില്ല. അവർ പറയുന്നതല്ല ഞാൻ കേട്ടു. എന്താണ് നീ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നത്? നിനക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? നിന്റെ ഭാര്യയുടെ അമ്മയും അച്ഛനും വന്നപ്പോൾ നീ താഴോട്ടൊന്ന് ഇറങ്ങി വന്നിട്ട് പോലുമില്ലല്ലോ അനി. ഇതൊക്കെ മോശമല്ലേ അനി നീ ചെയ്യുന്നത്? നിന്റെ അമ്മായപ്പൻ താഴെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോടൊന്ന് പോയി നീ സംസാരിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി.
അത് കേട്ട് അനി പറയുന്നുണ്ട്, എനിക്ക് അവരോട് സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ല. അമ്മ ആദ്യം എൻ്റെ റൂമിൻ്റെ അടുത്ത് വന്ന് നോക്കിക്കേ, ആ അനാമിക അവളുടെ അമ്മ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. അപ്പോഴേക്ക് ജാനകി പറയുകയാണ്, അവർ സംസാരിക്കുന്നത് ഞാൻ കേൾക്കേണ്ട ആവശ്യം എന്താ അനി? അതൊരു മോശമായ കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി. അമ്മ ഞാൻ പറയുന്നത് അനുസരിക്കണം, ആദ്യം ഒന്ന് പോയി അമ്മ കേൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അനി. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ജാനകി രേവതി അനാമികയും പറയുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെ രേവതി പറയുകയാണ് അനാമികയോട്, ഈ പൊടി എന്തായാലും അനിക്ക് കലക്കി കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ അവൻ നിന്റെ പിറകെ തന്നെ വരും, അതെന്തായാലും ഉറപ്പാണ് എന്നൊക്കെ രേവതി പറയുമ്പോൾ അനാമിക പറയുകയാണ്, അന്ന് ആ പാല് വിഷം കലർത്തിയതുപോലെ സംഭവിക്കാതിരുന്നാൽ ഭാഗ്യം. അന്ന് നമ്മൾ നവ്യയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പാല് വിഷം കലർത്തിയത്. പക്ഷെ ആ പാല് വല്യമ്മ എടുത്ത് കുടിച്ചു. നമ്മളാണ് അന്ന് പാല് വിഷം കലർത്തിയതെന്ന് ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? മോളെ, ഇത് എനിക്ക് പകരം വേറെ ആരെങ്കിലും കുടിച്ചാൽ അത് വലിയ പ്രശ്നമാകും. അവർ പിന്നെ നിന്റെ പിറകെ നടക്കും. അനാമികയുടെ വാക്കുകൾ കേട്ട് ജാനകിയാണെങ്കിൽ വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ്. അയ്യോ, ഏട്ടത്തിയെ കൊല്ലാൻ നോക്കിയത് ഇവളുകളുടെ വീട്ടുകാരുമാണോ? ഇവരെ വിശ്വസിക്കരുതെന്ന് അനി, ആദർശം, ദേവേടത്തി എല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ ചെവി കൊണ്ടില്ല. ഇപ്പോഴെങ്കിലും എനിക്ക് ഇവരെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ജാനകി. അതുകൂടാതെ ഇപ്പോഴൊരു വശീകരണ പൊടിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ രേവതി പറയുന്നുണ്ട്, ആ ദേവിയാനെ ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അവരുടെ കയ്യിൽ നിന്ന് മോൾക്കൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല. അവർ അവരുടെ മരുമകൾക്കേ കൊടുക്കൂ. ഇനി നിന്റെ അമ്മായിമ്മയെ കയ്യിലെടുത്ത് അവരുടെ സ്വത്തും പണവും എല്ലാം കൈക്കലാക്കണം. ആ സമയം അനാമിക പറയുന്നുണ്ട്, എൻ്റെ അമ്മായിമ്മയോ, അവർ ഒരു ദരിദ്രവാസി കുടുംബത്തിൽ നിന്ന് വന്നതാ. അവരുടെ കയ്യിൽ ഒന്നുമില്ല. മുത്തശ്ശൻ്റെ ഒരൊറ്റ ദയ കാരണമാണ് അവരെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. അവരുടെ കയ്യിൽ പണമോ സ്വർണമോ ഒന്നുമില്ല. വല്യമ്മയുടെ അടുത്താണെങ്കിൽ ഒരുപാട് സ്വർണവും പണവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. ഇതെല്ലാം കേട്ട് ജാനകിക്കാണെങ്കിൽ ദേഷ്യം വന്ന് ജ്വലിക്കുകയാണ്. എടി, എന്താണ് ഈ പറയുന്നത്? എന്നെ തള്ളയെന്ന് വിളിക്കുന്നോ? ഇതൊക്കെയായിരുന്നു നിന്റെ മനസ്സിലിരിപ്പ്. നിന്റെ കള്ളത്തരങ്ങളെക്കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ മോനെ പോലും മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ മോൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ചല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് ജാനകി. അപ്പോൾ അനി ജാനകിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. അമ്മയ്ക്ക് എന്തൊരു വിശ്വാസമായിരുന്നു ഈ അനാമികയെ. അമ്മ ഇവൾക്ക് വേണ്ടിയിട്ട് എന്നെയും ആ പാവ നയനേടത്തിയെല്ലാം തള്ളി പറഞ്ഞു. ഇവളുടെ വീട്ടുകാരുടെയും സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് എനിക്ക് അവളോട് ഒരു തരിമ്പ് പോലും സ്നേഹമില്ലാത്തത്. ഇപ്പോൾ എൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ വശീകരണ പൊടിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പാലി വിഷം കലർത്തിയത് ഇവളുമാരാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അത് കേട്ട് ജാനകി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മോനെ അനി, അമ്മയോട് ക്ഷമിക്കണം. മോനെ മനസ്സ് മനസ്സിലാക്കാതെ ഈ അമ്മ അവളെ വിശ്വസിച്ചു. എൻ്റെ കയ്യിൽ പണമോ സ്വർണമോ ഒന്നുമില്ല. ഞാൻ ദരിദ്രവാസി തള്ളയാണെന്നാണ് അവളും അവളുടെ അമ്മയും കൂടി പറയുന്നത്. അവളും അവളുടെ വീട്ടുകാരും ഇവിടുത്തെ സ്വർണ്ണം അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം വന്നതാണ്. എന്നാലും എൻ്റെ മോനെ, ഈ അമ്മ സത്യങ്ങളെല്ലാം അറിയാൻ വൈകിപ്പോയല്ലോ. അത് കേട്ട് അനി പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിൽ അമ്മ വിശ്വസിച്ചല്ലോ. ഇത്രയും കാലം ഞാൻ അവളെക്കുറിച്ച് പറയുമ്പോൾ അമ്മ എന്തെങ്കിലും വിശ്വസിച്ചോ? നയനമോളും നവ്യമോളും ഒക്കെ ഇവളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അവരോടെല്ലാം കയർത്തു. അനാമിക അവളുടെ വീട്ടുകാരും ഭൂലോക ഫ്രോഡാണ്. ദേവേച്ചിയെ പോലെ ഞാൻ ഹോസ്പിറ്റലാകാത്തത് ഭാഗ്യം. ഏട്ടത്തിയെ പോലെ ഇവിടെ എല്ലാവരെയും അവൾ കൊല്ലാൻ ശ്രമിക്കും. ഇവളെ പോലെ ഒരുത്തി ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? ആരൊക്കെയാണ് ഇവൾ കൊല്ലാൻ ശ്രമിക്കുക? ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അമ്മ, എന്തായാലും ഇവളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അമ്മ ഒന്നും അറിഞ്ഞതായി ഭാവിക്കേണ്ട. ഇവളെന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ഇവളെ കയ്യോടെ പൊക്കണം. എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ ഇവളുടെ എല്ലാ കള്ളത്തരം തെളിയിക്കണം എന്നൊക്കെ അനി പറയുന്നുണ്ട്.